കാലങ്ങളായി ജനത്തെ വലയ്ക്കുന്ന പട്ടത്തെ ട്രാഫിക് കുരുക്ക്. ചോദ്യം ഇതാണ്, എന്ന് വരും പട്ടം ഫ്ലൈ ഓവർ? ട്രാഫിക് കുരുക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈം ആയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അത് ഈ പട്ടം തൊട്ട് കേശവസ്വരം വരെ നമുക്ക് ഓടാനേ പറ്റത്തില്ല ഈ സ്കൂൾ ടൈമുകളിൽ. ഇവിടെ സാധനം എപ്പോഴും ട്രാഫിക് കുരുക്കുള്ള ഒരു സ്ഥലമാണ് പട്ടം. അത് കൂടുതലും മെഡിക്കൽ കോളേജിലേക്ക് ഈ ആംബുലൻസ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ വണ്ടികളൊക്കെ ഒതുക്കി കൊടുക്കേണ്ടതായിട്ടൊക്കെ വരണമെന്നുണ്ട്. ഫ്ലൈ ഓവർ വരുന്നതിന്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈ ഓവർ വന്നാൽ വളരെയധികം നല്ലതാണ്. കാരണം ഈ നേരെ പോണ വണ്ടികൾക്കൊക്കെ അങ്ങ് ഇതുവരെയായിട്ട് പോകാം. ഈ ക്രോസ് ചെയ്ത് വരുന്ന വണ്ടികൾക്കൊക്കെ ആ കണക്കിന് വരാനും പറ്റും. ഇങ്ങനെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സാധാരണ എത്ര നേരം തിരക്കിൽ അങ്ങനെ കിടക്കാറുണ്ട്? പലപ്പോഴും ചില സമയത്ത് ഒരുപാട് സമയം കിടക്കാറുണ്ട്. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ വരെ തിരക്കായിരിക്കും. പട്ടത്തെ ട്രാഫിക് കുരുക്കാണ്. അതായത് കേശവദാസപുരത്ത് നിന്ന് പട്ടം വരെ എത്താൻ പലപ്പോഴും 10-15 മിനിറ്റുകളാണ് എടുക്കുന്നത്. ചിലപ്പോൾ അതിലേറെ സമയവും. എത്ര നേരമായിട്ടുണ്ട്? ഒരു 15 മിനിറ്റ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരേണ്ട അത്യാവശ്യമില്ല. എന്താണ് അഭിപ്രായം? വന്നാൽ കൊള്ളായിരിക്കും. നല്ല ട്രാഫിക് ഉണ്ട്. എത്ര നേരമായി? ഇപ്പോൾ 2 മിനിറ്റായി. എവിടെ തുടങ്ങി? എവിടെ തൊട്ട് ട്രാഫിക്? കേശവദാസപുരം. നല്ല എത്ര സമയം എടുത്ത് അവിടെ നിന്ന് ഇവിടം വരെ? 10 മിനിറ്റ് ആവും. സാധാരണഗതിയിൽ ഇവിടം കടന്നു പോകാൻ എത്ര സമയം എടുക്കും? അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരേണ്ട അത്യാവശ്യമല്ലേ? എങ്ങനെയാണ്? വന്നാൽ നല്ലതായിരിക്കും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബ്ലോക്ക് ഉണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് എത്താനുള്ള സ്ഥലമാണ് പട്ടത്ത്. നല്ല ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എവിടുന്നാ വരുന്നേ? മുട്ടക്കാട്. അവിടുന്ന് ഇവിടെ വരാൻ എത്ര സമയം എടുക്കും സാധാരണഗതിയിൽ? 1 മണിക്കൂർ കൂടുതൽ എടുക്കും. 1 മണിക്കൂർ 1.25 മണിക്കൂറോളം എടുക്കും അവിടെ നിന്ന് വരാൻ. എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ ഇങ്ങോട്ട്? കിലോമീറ്റർ കറക്റ്റ് വിചാരില്ല. അല്ല, എന്നാലും നമുക്ക് 1 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. മണിക്കൂർ ഇല്ല, ഒരു 1.5 മണിക്കൂറോളം എടുക്കും. കാരണം ഇവിടുന്ന് നല്ല തിരക്കുണ്ട്. അവിടുന്ന് വരും നല്ല ബ്ലോക്കാണ്. ഞങ്ങൾക്ക് അവിടുന്ന് വരാനാണെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിൽ എത്തുമ്പോഴത്തേനും നല്ല ബ്ലോക്കുണ്ട്. തിരിച്ച് അവിടുന്ന് സിഗ്നലിൽ കുറേ നേരം കിടക്കണം. നല്ല ബ്ലോക്കുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഒത്തിരി നേരമാവും. ഇന്നിപ്പം നേരത്തെ എത്തിയതാണ്. ഇതിപ്പോ ഹെൽമെറ്റ് കയ്യിലുണ്ട്. വണ്ടി എവിടെ വെച്ച്? അതില്ല, ഹസ്ബൻഡ് കൊണ്ട് ആക്കിയിട്ട് വന്നതാണ്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സിഗ്നൽ കിടക്കാനും ഈ തിരക്ക് കടന്നു പോകാനും എടുക്കുന്ന സമയം ഒത്തിരി നേരം എടുക്കും. ഏകദേശം 10-15 മിനിറ്റ് കൂടുതൽ സിഗ്നലിൽ തന്നെ കിടക്കും. നല്ല ബ്ലോക്കുണ്ട്. തിരിച്ച് എപ്പോഴാണ് പോവുക? തിരിച്ച് ഇവിടുന്ന് 6 മണിക്ക് കഴിയും. അതൊരു 7:15, 7:45 എത്തും വീട്ടിലെത്തുമ്പോൾ. അതായത് ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ കയറിയാൽ എത്ര സമയം എടുക്കും നഗരം കടന്നു പോകാൻ വേണ്ടി? തിരിഞ്ഞ അതാ ഞാൻ പറഞ്ഞു, 1 മണിക്കൂറോളം എടുക്കും ഞാൻ അവിടെ എത്തുമ്പോൾ, മുട്ടക്കാട് എത്തുമ്പോൾ. അതായത് രാവിലെയും വൈകിട്ടും ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നമ്മുടെ റോഡിൽ തന്നെ ചിലവാകും. രാവിലെ വന്നിട്ട് ഒന്ന് സ്കൂൾ സമയം, ഓഫീസ് സമയം, വൈകിട്ട് വന്നിട്ട് ഓഫീസ് വിടുന്ന സമയം, സ്കൂൾ വിടുന്ന സമയം. ഇതൊരു പീക്ക് ടൈമാണ്. എല്ലാ വണ്ടികളും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. പക്ഷേ വന്നിട്ട് വണ്ടികളെല്ലാം അപ്പോൾ ഇവിടെ ഈ വണ്ടികൾക്ക് അങ്ങനെ ഏറെ നേരം കഴിയാതെ പോകാനുള്ള ഒരു സംവിധാനം ആവശ്യമുള്ളതല്ലേ? കുരുക്കില്ലാതെ പോകാനുള്ള സംവിധാനം ആവശ്യമാണ്. അതിനെന്തെങ്കിലും മേൽപ്പാലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ ഈ റോഡ് ഇപ്പോൾ വീതി കൂട്ടിയിരിക്കുന്നതിനേക്കാളും ഇനി റോഡ് വീതി കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാലും നൂലാമാലകളും നിയമക്കുരുക്കളും എല്ലാം കഴിഞ്ഞ് റോഡ് വീതി കൂട്ടണമെങ്കിൽ 10-20 വർഷമാണ്. അപ്പം അതുകൊണ്ട് മേൽപ്പാലത്തിൻ്റെ ഏതെങ്കിലും സംവിധാനം വരികയാണെങ്കിൽ നടക്കും. അല്ലാതെ നടക്കത്തില്ല. കാരണം വണ്ടികൾ ദിവനം പ്രതി കൂടിക്കൊണ്ട് വരെയല്ലേ. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനും പറ്റത്തില്ല. ആ പീക്ക് ടൈമിൽ എന്തായാലും ടൈം എടുക്കും. തിരുവനന്തപുരം നഗരമാണ്. കൊല്ലം ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തു നിന്നും, അതായത് ദേശീയപാതയിൽ നിന്നും MC റോഡിൽ നിന്നുമുള്ള വാഹനങ്ങൾ കേശവദാസപുരത്തെത്തുമ്പോൾ പിന്നെ ഒറ്റ വഴിയിലൂടെയാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇതിനിടെ പട്ടത്തെത്തുമ്പോൾ മെഡിക്കൽ കോളേജിലേക്കുള്ള വാഹനങ്ങൾ, രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ അടക്കമുള്ളവ, അതുപോലെ ജോലിക്കായി നഗരത്തിനകത്തേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ, പുറത്തേക്ക് പോകുന്ന എല്ലാ മനുഷ്യരും, ഇവർക്കെല്ലാം എത്രയോ കാലമായി പറയാനുള്ളത് പട്ടത്തെ ട്രാഫിക് കുരുക്കിനെ പറ്റിയാണ്. ഫ്ലൈ ഓവർ ഇവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.